NSS ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായരുമായി തുഷാർ വെള്ളാപ്പള്ളി കൂടിക്കാഴ്ച നടത്തി. NSS ആസ്ഥാനത്ത് വെച്ചായിരുന്നു കൂടിക്കാഴ്ച. BDJSന്റെ സ്ഥാനാർത്ഥികളെ 2 ദിവസത്തിനകം പ്രഖ്യാപിക്കുമെന്ന് തുഷാർ വെള്ളാപ്പള്ളി വ്യക്തമാക്കി. വിവരങ്ങളുമായി മിഥുൻ അയ്യപ്പൻ ചേരുന്നുണ്ട്. മിഥുൻ, തുഷാർ വെള്ളാപ്പള്ളി NSS ആസ്ഥാനത്തെത്തി ജി സുകുമാരൻ നായരുമായി കൂടിക്കാഴ്ച നടത്തി. ഒപ്പം തന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉടൻ ഉണ്ടാകുമെന്ന് തുഷാർ വെള്ളാപ്പള്ളി പറയുകയും ചെയ്തു. വിശദാംശങ്ങൾ എന്താണ്? തീർച്ചയായിട്ടും 4 സീറ്റുകളിലേക്കുള്ള സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉടൻ ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ BDJSന്റെ സംസ്ഥാന പ്രസിഡന്റ് തുഷാർ വെള്ളാപ്പള്ളി വ്യക്തമാക്കിയിരിക്കുന്നത്. 4 സീറ്റുകളിലാണ് ഇപ്പോൾ നിലവിൽ മുന്നണി NDAയിലെ ധാരണപ്രകാരം BDJSനെ അനുവദിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആ സീറ്റുകളിലേക്കുള്ള പ്രഖ്യാപനം വൈകാതെ തന്നെ ഉണ്ടാകും. 2 ദിവസത്തിനകം കോട്ടയത്ത് നിന്ന് ആ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് തുഷാർ വെള്ളാപ്പള്ളി വ്യക്തമാക്കിയിരിക്കുന്നത്. ഒപ്പം തന്നെ സീറ്റുകളുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പ്രചരിക്കുന്ന വാർത്തകളെല്ലാം തന്നെ മാധ്യമ സൃഷ്ടിയാണെന്നും വസ്തുതാവിരുദ്ധമാണെന്നും അദ്ദേഹം വ്യക്തമാക്കുകയുണ്ടായി. ഇന്ന് രാവിലെയാണ് ചങ്ങനാശ്ശേരിയിലെ NSS ആസ്ഥാനത്തെത്തി NSS ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായരുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തിയത്. അതിനുശേഷം സൗഹാർദ്ദപരമായിട്ടുള്ള ഒരു കൂടിക്കാഴ്ചയായിരുന്നുവെന്നും പിതൃതുല്യനാണ് അദ്ദേഹമെന്നും അദ്ദേഹത്തിന്റെ അനുഗ്രഹം തേടിയെന്നുമാണ് കൂടിക്കാഴ്ചയ്ക്ക് ശേഷം തുഷാർ വെള്ളാപ്പള്ളി വ്യക്തമാക്കിയത്. മിഥുനാണ് വിവരങ്ങൾ നൽകിയത്.